അവരോട് യാചിക്കാൻ അവരും തയ്യാറില്ല, ഞാനും തയ്യാറില്ല. സ്വത്ത് വിറ്റിട്ടെങ്കിലും ഇരിപ്പിടം വിറ്റിട്ടെങ്കിലും ഈ പുരോഹിതന്മാരുടെ കള്ളത്തരം അടിച്ചു തകർക്കും. സംശയമില്ല. ഇവർ ഈ സമുദായത്തെ വഞ്ചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലം തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട്. ഒരു പേരക്കുട്ടികൾക്ക് അവകാശം കൊടുക്കാൻ വേണ്ടിയിട്ട് 25 കൊല്ലായി അത് അവരെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. പേരക്കുട്ടികൾക്ക് അനാഥകൾക്ക് അവകാശം കൊടുക്കണമെന്ന് അള്ളാ എത്ര വട്ടം പറഞ്ഞിരിക്കണം? 7 പ്രാവശ്യം അനാഥകളുടെ അവകാശം എടുത്ത് പറഞ്ഞു. അനന്തരാവകാശം ഇതിന്റെ നിയമം പറയുന്നതിന് തുടക്കത്തിൽ പറഞ്ഞു അനാഥകളുടെ അവകാശം പ്രത്യേകം ശ്രദ്ധിക്കണം, കൊടുക്കന്നെ വേണം. അത് കൊടുക്കാതിരുന്നാൽ ഈ വയറ്റിലാക്കിയ മാതിരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരംഭിച്ചിട്ട് അനാഥകൾക്ക് അവകാശം കൊടുക്കണമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച അങ്ങനത്തെ അനാഥകളുടെ കൂട്ടത്തിൽ നിന്ന് ഇവരെന്താ പറയണമെന്ന് അറിയോ? പാപ്പ മരിച്ചാൽ ആ അനാഥകൾക്ക് കൊടുക്കാം, ഉപ്പ മരിച്ച അനാഥകൾക്ക് അവകാശം കൊടുക്കാം. ഉപ്പിയും വല്യപ്പിയും മരിച്ചു, ഉമ്മയും വല്യമ്മയും മരിച്ചു, കൊടുക്കൂല. എന്താ പാട്? ഉപ്പ മാത്രം മരിച്ച അനാഥയാണ് ഞങ്ങൾ കൊടുത്തോളാം. ഉപ്പയും മരിച്ചു, പിന്നെ വല്യപ്പയും മരിച്ചു, ഉമ്മയും മരിച്ചു, പിന്നെ വല്യമ്മയും മരിച്ചു. ഇങ്ങനെ ഇരട്ട അനാഥകളായിട്ട് മാറിയാൽ ഒരൊറ്റ പൈസ കൊടുക്കൂല. ഇതാണ് ഇവര് ഖുർആൻ വ്യാഖ്യാനിച്ചത്. എന്നിട്ടോ ശരി, ഉപ്പാന്റെ പുറമെ വല്യപ്പി മരിച്ച കാരണം തീരെ ഒന്നുമില്ല, ആയിക്കോട്ടെ, നമ്മളെ കൂടി പുറത്തിറങ്ങി, നമ്മൾ ഉപ്പാന്റെ മക്കളാണ്, ഒരു കുടുംബത്തിലുള്ളവരാ, നമ്മളൊക്കെ പുറത്തിറങ്ങി യതീംഖാനക്കാരെ നമ്മളെ കൊണ്ടുപോയി പഠിപ്പിച്ചുണ്ടാക്കിയിട്ട് നമ്മൾക്കൊക്കെ എന്തെങ്കിലും ഉണ്ടായി വന്നാൽ അന്ന് വല്യപ്പാക്കും വല്യമ്മാക്കും അങ്ങോട്ട് കൊടുക്കണം എന്ന് ഈ സ്വലിച്ചികൾ പറയുന്നു. സ്വലിച്ചികൾ തന്നെ പറയുള്ളൂ. ആ വാക്ക് മാറ്റില്ല. ഇങ്ങോട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ആ കുട്ടികളിൽ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കേ, നടക്കൂല, അത് നടക്കൂല. ചമ്മാടിത്തരം പറഞ്ഞതിന്റെ അതിർത്തി. അനാഥകൾക്ക് അവകാശം കൊടുക്കാൻ പാടില്ല എങ്കിൽ കൊടുക്കണ്ട, വസിയത്തുണ്ടെങ്കിലേ കൊടുക്കുള്ളൂ. മതി, വസിയത്തുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അങ്ങോട്ട് ചോദിക്കാൻ പറ്റരുത്. ഈ അനാഥകൾക്ക് വേറെ ആരെങ്കിലും വല്ല സ്വത്തുണ്ടാക്കി കൊടുത്താൽ അതിന് വല്യപ്പാക്കും വല്യമാക്കും ഉപ്പാടി ഉമ്മാടി ഓഹരി അങ്ങോട്ട് കൊടുക്കണം എന്ന് പറയുന്ന നാവ് പിടിക്കും. അനാഥകള് വിടൂല. അവര് അങ്ങോട്ട് കൊടുക്കുമ്പോ വസിയത്തും വേണ്ട, വിൽപത്രവും വേണ്ട, സൗജന്യം വേണ്ട, ദാനം വേണ്ട, ഒന്നും വേണ്ട, അവകാശം അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങോട്ട് വരുമ്പോഴോ അത് ഉപ്പ ആദ്യം മരിച്ചില്ലേ, ഇവിടെ പിന്നെ മരിച്ചത്. ഇവിടെ ഉപ്പ മരിച്ചിട്ട് ഉപ്പാടെ അവകാശം വല്യപ്പാക്ക് വാങ്ങിക്കൊടുക്കുമ്പോ ഉപ്പ പിന്നെ മരിച്ചത് ആദ്യം മരിച്ചിട്ടില്ലേ? അപ്പൊ അനാഥകളിൽ നിന്ന് അവകാശം ഇങ്ങോട്ട് വാങ്ങുകയും അവർക്ക് അങ്ങോട്ട് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ ഗുരുത്തക്കെട്ട പണി അബൂജാഹിന് പോലും ഇത്ര വിടക്കല്ല സത്യത. അബൂജാഹിൽ ഈ പേരക്കുട്ടികൾക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. അവരൊക്കെ എനിക്ക് കിട്ടുന്ന അബൂജാഹിൽ പറഞ്ഞിട്ടില്ല, തെളിയിക്കാൻ കഴിയില്ല. ഇവര് പറഞ്ഞെന്താണെന്നറിയോ? എന്റെ പേരക്കുട്ടി ഇവിടുത്തെ പുരോഹിതം പറയണെന്താ, എന്റെ പേരക്കുട്ടിക്ക് ഞാൻ സ്വത്ത് കൊടുക്കൂല, ആ പേരക്കുട്ടിക്ക് വേറെ ആരെങ്കിലും സ്വത്ത് ഉണ്ടാക്കി കൊടുത്താൽ അതിൽ നിന്ന് എനിക്ക് ഓഹരി കിട്ടണമെന്ന് അവിടുത്തെ പുരോഹിതൻ പറയുന്നത്. ഇത് എവിടുന്ന് ഇവർ പറയുന്നതാണ്? ഇത് എന്തുകൊണ്ട് ഇവർ പറയുന്നു? ഈ ധിക്കാരം KP മുഹമ്മദ് മൗലവി അൽമനാറിൽ എഴുതി. എന്താ എഴുതിയത്? തറവാട്ടിലുള്ളവർക്കെല്ലാം അവകാശം കൊടുക്കാൻ പാടില്ല എന്നുണ്ട്. തറവാട്ടിലുള്ളവർക്കല്ലാതെ അവകാശം കൊടുക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ നിയമം. ഞാൻ ചോദിച്ചു, അതല്ല മൗലവി, മുസ്ലിമൊന്നും വിളിച്ചിട്ടില്ല കേട്ടാ. വിളിക്കാനാവുണ്ട്, വിളിക്കേണ്ടി വരും. ഇപ്പൊ വിളിച്ചിട്ടില്ല. KP മുഹമ്മദ് മൗലവി പറയണത് തറവാട്ടിൽപ്പെട്ട രക്തബന്ധുക്കൾക്കല്ലാതെ അവകാശം കൊടുക്കേണ്ടതില്ല എന്നാ പറഞ്ഞത്. ശരി, ഇത് എവിടെ പറഞ്ഞു? മകളുടെ കുട്ടികൾ രക്തബന്ധുക്കളല്ലേ, തറവാട്ടിൽപ്പെട്ടതല്ല. മകന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ തറവാട്ടിൽപ്പെട്ടതല്ല, രക്തബന്ധുക്കളാണ്. അപ്പൊ ഇയാള് രക്തബന്ധുക്കൾ എന്ന് അർത്ഥം പറയില്ല. അൽ-അഖ്റബീൻ 15 സ്ഥലത്ത് അൽമനാറിൽ എഴുതി ഖുർആനിന്റെ പദം. 15 സ്ഥലത്തും ഈ KP മുഹമ്മദ് മൗലവി രക്തബന്ധു എന്ന് അർത്ഥം എഴുതിയില്ല. മുഴുവൻ ബന്ധുക്കളെ എഴുതി, അല്ലെങ്കിൽ കുടുംബ ബന്ധു എന്ന് എഴുതി. കുടുംബം എന്ന് പറഞ്ഞാൽ മക്കളുടെ മക്കൾ പെടും. രക്തബന്ധു എന്ന് പറഞ്ഞാലോ പെമ്മക്കളുടെ മക്കൾ പെടും. രക്തബന്ധു എന്ന് അർത്ഥം പറഞ്ഞാൽ പെമ്മക്കളുടെ മക്കൾക്ക് അവകാശം ഉണ്ടെന്ന് വരും. അതുകൊണ്ട് കുടുംബ ബന്ധുക്കൾക്ക് എന്നല്ലാതെ അയാൾ അർത്ഥം പറയില്ല. പെമ്മക്കളുടെ മക്കൾക്ക് അവകാശം ഉണ്ടെന്ന് സമ്മതിക്കൂല. ഏത് വേറോല കൊണ്ടാണ് പെമ്മക്കളുടെ മക്കൾക്ക് അവകാശമില്ല എന്ന് നിങ്ങൾ സ്ഥാപിക്കുന്നതെന്ന് 3 വട്ടം ചോദിച്ചു. ബുർഹാൻ മാസികയിലൂടെ. മാസിക മുഴുവനുണ്ട്. കേപ്പിന്റെ ഓരോ ലേഖനത്തെയും നഖശികാന്തം ഖണ്ഡിച്ചുകൊണ്ടുള്ള ലേഖനം 4 ബുക്കുകളിൽ ബുർഹാന്റെ 4 ലക്കങ്ങളിൽ എഴുതിയത് മുഴുവനുണ്ട്. ആവശ്യമുള്ളവർക്ക് വായിക്കാം. കള്ളം പറഞ്ഞിട്ട് അനന്തരാവകാശം നേരാക്കാനുള്ള പൂതിയ കേപ്പിന്റെ ഈ ദുന്യാവിൽ നടക്കൂല കേട്ടോ, എന്റെ റൂഹയുടെ നടക്കൂല. കള്ളം പറഞ്ഞിട്ട് ഖുർആന്റെ അനന്തരാവകാശം പൊളിച്ച് അത് അതിന്റെ കള്ളത്തിന് നിലനിർത്താന്നുള്ള വ്യാമോഹം അയാൾക്കുണ്ടെങ്കിൽ ഈ ദുന്യാവിൽ നടക്കൂല. നുണ പറഞ്ഞിട്ട് ഇസ്ലാം അത് അട്ടിമറിക്കും. പേരക്കുട്ടികളെന്ന് പറഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ പെടൂല. രക്തബന്ധുക്കളായാൽ അവർക്ക് അവകാശം കൊടുക്കണ്ട, തറവാട്ടിലുള്ളവർക്ക് അവകാശം കൊടുക്കുള്ളൂ എന്ന് ഖുർആനിലുണ്ടെന്ന് നുണ പറഞ്ഞാൽ പെടൂല. എന്ന് ഖുർആനിലുള്ളതാ. അനന്തരാവകാശത്തിന്റെ മുഖവരായിട്ടെന്ന് പറഞ്ഞതാ. രക്തബന്ധമാണ് നോക്കേണ്ടത്, തറവാടല്ല, രക്തബന്ധമാണ് നോക്കേണ്ടതെന്ന് പലവട്ടം ഖുർആൻ പഠിപ്പിച്ചു. ഇയാള് പറയണേ രക്തബന്ധം എന്നുള്ള അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പറ്റൂല, തറവാട് നോക്കിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാ KP മുഹമ്മദ് മൗലവി അച്ചടിച്ചിറക്കിയിരിക്കുന്നത്. അയാള് ആ വിഷയത്തിൽ അയാൾ എല്ലാ കപടത്തരും കള്ളത്തരും മുഴുവൻ
തീരുമാനിച്ചിട്ടുണ്ട്. നുണ പറഞ്ഞിട്ട് സമുദായത്തെ വഞ്ചിക്കും. ആഹാ, നടക്കൂല അത്. നുണ പറഞ്ഞതിന് അതിർത്തി വേണം. ഖുർആന്റെ നുണ പറയാ, എന്നിട്ട് ആളെ വഞ്ചിക്കാം. നിസ്കാരം 5 ഉണ്ടെന്ന് ഖുർആനുണ്ട്. മക്കൾക്ക് സ്വത്ത് കൊടുക്കണ്ടെന്ന് ഖുർആനുണ്ട് എന്നാ പറഞ്ഞിരുന്നത്. ഇപ്പൊ നോക്കുമ്പോ ഖുർആനിൽ കൊടുക്കണം എന്നുള്ളത്. കൊടുക്കുന്ന 1 വട്ടം 2 വട്ടം. വല്യപ്പാക്ക് കൊടുക്കണമെന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. വല്യപ്പാക്ക് അവകാശം കൊടുക്കണമെന്ന് ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് പറഞ്ഞിട്ടില്ല. വല്യപ്പാന്റെ പേരെന്നെ ഖുർആനിലില്ല. പിന്നെ കാര്യം കഴിഞ്ഞില്ലേ? വല്യപ്പാന്റെ പേരെന്നെ ഖുർആനിലില്ല. എന്നിട്ട് പേരക്കുട്ടികളിൽ നിന്ന് വല്യപ്പാക്ക് അങ്ങോട്ട് അവകാശം കൊടുക്കണമെന്നും വല്യപ്പാട് അവകാശം പേരക്കുട്ടികൾക്ക് കൊടുക്കണ്ട, അത് വസിയത്ത് ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ എന്നും പറയുന്ന ഈ അബൂജാഹിലിന്റെ ശരീഅത്ത് ഇവിടെ അടിച്ച് തകർക്കും. പാകിസ്ഥാനിൽ തകർത്തില്ലേ, മൊറോക്കോ തകർത്തില്ലേ, ട്യൂണീഷ്യയിൽ തകർത്തില്ലേ, ഈജിപ്തിൽ തകർത്തി, റഷ്യയിൽ ഇറാഖിൽ തകർത്തില്ലേ, തകർക്കും. 7 മുസ്ലിം രാഷ്ട്രങ്ങളുടെ നാടാണ് ഇന്ത്യ. 12 കോടിയോടൊപ്പം എത്തിയിട്ടുണ്ട്. പാകിസ്ഥാനേക്കാൾ ഇപ്പോഴും അധികമാണ്. പാകിസ്ഥാനിൽ 11 കോടിയുള്ളൂ, ഇവിടെ 12 കോടിയുണ്ട്. അപ്പൊ അങ്ങനത്തെ മുസ്ലിം രാഷ്ട്രങ്ങളെ പോലുള്ള ഈ ഒരു രാഷ്ട്രത്തിലും സുപ്രീം കോടതി വരെ പോയിട്ടെങ്കിലും ഈ പേരക്കുട്ടികളുടെ അവകാശം സ്ഥാപിക്കണമെന്ന് ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അത് കേസ് കൊടുക്കും, നോട്ടീസ് കൊടുക്കും. ഈ നുണ പറയുന്ന മുസ്ലിയാക്കന്മാർക്കും മൗലവിമാർക്കും ഒക്കെ നോട്ടീസ് വരും. നിങ്ങൾ തറവാട്ടിലുള്ളവർക്ക് അവകാശമുള്ളൂ, തറവാട്ടിന്റെ പുറത്തുള്ള രക്തബന്ധുക്കൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് ഉദ്ധരിക്കും എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ നിന്നാണ് നോട്ടീസ് വരാം. അല്ലെങ്കിൽ അതിന്റെ മുമ്പോടെ ഹൈക്കോടതിയിൽ നിന്ന് വരും. സബ് കോടതിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കക്ഷി ചേരാനുള്ള ആൾക്കാരൊക്കെ ചേർന്ന് വേണം. ഇവരുടെ ഈ തോന്നിയാസം അവസാനിപ്പിക്കണം. ഇവര് സകല തോന്നിയാസം ചെയ്യുക, എന്നിട്ടാക്ക നമ്മളെ മേലിൽ വെച്ച് കെട്ടിപ്പേരുക, എന്നിട്ട് നമ്മളെ ഏറ്റെടുക്കുക. ഇത് അള്ള പറഞ്ഞാന്നും പറഞ്ഞിട്ട് അള്ളതൊന്നും പറഞ്ഞിട്ടില്ലേ, അള്ളതൊന്നും പറഞ്ഞിട്ടില്ലേ, അള്ളതൊന്നും പറഞ്ഞിട്ടില്ല. പേരക്കുട്ടികൾക്ക് ആദ്യം കൊടുക്കുക, പാപ്പാടെ കാര്യം ആലോചിച്ച് കൊടുക്കുക. കാരണം പേരൂടെ പറഞ്ഞിട്ടില്ല, ചിന്തിച്ചുണ്ടാക്കണം. പേരക്കുട്ടികൾ കൊടുക്കാനേ ചിന്തിക്കൊന്നും വേണ്ട. അള്ള നേരെ പറഞ്ഞതാണ്. യത്താമാന്ന് പറഞ്ഞതിൽ പേരക്കുട്ടികൾ പെടുവില്ലേ. സ്വന്തം മക്കളിൽ യത്താമാണ്, പേരക്കുട്ടികളായ യത്താമാവൂലെന്നാണ്. ആ തലന്റെ പോക്ക് എവിടുന്നാണ് ആ തല ഉണ്ടായതെന്നറിയോ? അള്ള പറഞ്ഞു, കക്കൂസിൽ പോയി വന്നാല് നിസ്കരിക്കാൻ പോകുമ്പോ കയ്യും മുഖം കൂടി കഴുകണം എന്ന് പറഞ്ഞു. അപ്പൊ 4 മദ്ഹബുകാരും ചിന്തിച്ചു, വളരെ അഗാധമായിട്ട് ചിന്തിച്ചു, ഇജ്തിഹാദിച്ചു. നിസ്കരിക്കാൻ പോകുമ്പോ കക്കൂസിൽ പോയിട്ടാണ് ഒരാൾ നിസ്കരിക്കാൻ പോകുന്നതെങ്കിൽ കയ്യും മുഖവും കൂടി കഴുകണം എന്ന് പറയുമ്പോ അതിൽ നിന്ന് ചന്തി കഴുകണം എന്ന് കിട്ടൂലേന്നാ ചിന്ത. എന്തായി ചിന്തിയാത്? ചിന്ത അതാ. കയ്യും മുഖം കൂടി കഴുകണം എന്ന് അള്ള പറഞ്ഞെടുത്ത് എന്താ കാരണം? കക്കൂസിൽ പോയതാ കാരണം. കക്കൂസിൽ പോയി വരുമ്പോ പള്ളിയിലേക്ക് അല്ലെങ്കിൽ നിസ്കാരപ്പള്ളിയിലേക്ക് എന്തെങ്കിലും വരുമ്പോഴേ കയ്യും മുഖം കൂടി ഒന്ന് കഴുകണം, എന്തെങ്കിലും അവശിഷ്ടം അവിടെ ഉണ്ടെങ്കിൽ അവർക്കോട്ട് പോയിക്കോട്ടെ എന്ന് അള്ള പറഞ്ഞപ്പോ ആസനം കഴുകണോ കഴുകണ്ടേന്ന് അതിന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞവരാണ് 4 മദ്ഹബുകാർ. 4 മദ്ഹബുകാരും അതിന്ന് ആസനം കഴുകണം എന്ന് കിട്ടൂല കേട്ടോ. അപ്പൊ കഴുകണോ? വേണ്ട, കഴുകലും നിർബന്ധമില്ല, തുടച്ചാലും മതി. ഇവിടൊക്കെ കഴുകണം, ഇവിടെ കഴുകണം. അള്ള പറയാത്ത കാലും കഴുകണം, പിന്നെ അവിടെ അഴുക്കില്ലെങ്കിലും കഴുകണം. ഇവിടൊക്കെ കഴുകി ശുദ്ധിയാക്കണം. ആസനം കഴുകൽ നിർബന്ധമില്ല, നല്ലതാണ്, നമ്മൾ പറഞ്ഞതല്ല. അവിടെ കഴുകണില്ലേ പിന്നെ എവിടെയും കഴുകണ്ട, നമുക്ക് ഒരാളാണ്. ഈ ആസനം കഴുകാൻ തയ്യാറില്ലാത്തവനെ പിന്നെ എവിടെയും കഴുകണ്ട. അതുകൊണ്ട് ആ ജാതി തലക്കാരാണ്. ഒരു വാപ്പ മാത്രം മരിച്ച കുട്ടികൾക്ക് അവകാശം ഉണ്ടെന്നും വാപ്പയും വല്യപ്പയും ഉമ്മയും വല്യപ്പയും ഒക്കെ മരിച്ചാൽ അവർക്ക് അവകാശമില്ല എന്ന് പറയുന്ന മദ്ഹബുകാര്, 4 മദ്ഹബുകാര്, ശരീഅത്തുകാര്, സുന്നത്ത് ജമാഅത്തുകാര് ആരാണ്? ഈ മറക്കിരുന്ന ചന്ത്യ കണ്ടാന്ന് പറഞ്ഞ ആൾക്കാരാ. നിർബന്ധമില്ല, 4 മദ്ഹബിലും നിർബന്ധമില്ല. അബൂ ഹനീഫ പറഞ്ഞിട്ടില്ല, ഇരിക്കട്ടെ. പിന്നെ സക്കാത്തിന്റെ കണക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടവര്. സക്കാത്തിന്റെ കണക്ക് മുന്തിയ കണക്കാ. 40 ആടിന് ഒരാട്, 80 ആടിന് ഒരാട്, 120 ആടിനും ഒരാട്. എന്ത് കണക്കാ? അങ്ങനെ പറഞ്ഞപ്പോഴാണ് ആൾക്കാർ മേപ്പെട്ടു നോക്കിയത്. ഇതെന്ത് കണക്കാ? 40 ആടിന് 80 ആടിന് ഒരാട് 100 എന്നൊക്കെ എന്നോട് ചോദിക്കാം. പറഞ്ഞില്ലേ 1000 കൊല്ലായില്ലേ പറഞ്ഞിട്ട്? 1300 കൊല്ലായില്ലേ? എവിടെ? 40 മുതൽ 120 വരെ ഒരാട്. എന്താ അതിന്റെ അർത്ഥം? 40 മുതൽ 120 വരെ ഒരാട് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 40-ന് 1, 80-ന് 1, 120-ന് 1 തന്നെ. പക്ഷെ ഞാനത് വെളിവാക്കിയാണ് പറഞ്ഞു, ഇത്രേ ഉള്ളൂ. 40-ന് 1, 80-ന് 1, 120-ന് 1 വെളിവാക്കി പറഞ്ഞപ്പോ ശൈലി ഒന്നിച്ച്. അപ്പൊ ശൈലി മാറ്റത്തിനുണ്ട് കുറച്ച് വ്യത്യാസമുണ്ടോ? 40 മുതൽ 120 വരെ എന്ന് പറയുമ്പോൾ ആർക്കും ഒരു കേസുമില്ല. 1000 കൊല്ലം ഒരാൾക്കും ഒരു കേസുമില്ല. 40-ന് 1, 80-ന് 1, 120-ന് 1 അതാണ്ട് വിസ്തരിച്ച് പറഞ്ഞപ്പോൾ പാക്കറ്റ് തരാൻ വരിക. ഇതാര് പറഞ്ഞു? വെറുതെ നിങ്ങൾ തോന്നാറില്ലേ? ഞാൻ പറഞ്ഞതാ, കിതാബിലുള്ളതല്ലേ. ഫത്വൽ മീൻ മുതൽക്ക് ബുഹാരി വരെ ഉള്ളതല്ലേ 40-ന് 1, 80-ന് 1, 120-ന് 1. അപ്പോ വിഷയങ്ങൾ ഒരു ദിവസമായതുകൊണ്ട് നമ്മൾക്കിപ്പോ വളരെയധികം കാര്യങ്ങൾ നിസ്കാരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ വളരെയധികം കാര്യങ്ങൾ പറയേണ്ടതുണ്ട്.